എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നല്ല ചാക്കരി കൊണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായി വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. കോഴി ഇറച്ചി 2 കിലോ, 1.5 കിലോ റേഷൻ ചാക്കരി, ഇറച്ചിക്ക് ആവശ്യമായ സവോള 5 എണ്ണം മീഡിയം സൈസ് കനം കുറഞ്ഞരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, കോഴി മസാലപ്പൊടി, തക്കാളി 3 എണ്ണം സ്ലൈസായിട്ട് അരിഞ്ഞത്, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി 2 കഷ്ണം മീഡിയം സൈസ്, വെളുത്തുള്ളി മുഴുത്ത അല്ലി 5 എണ്ണം, പൈനാപ്പിൾ എസൻസ്, സവോള നമുക്ക് വറുത്ത് കോരാനുള്ളത് 2 എണ്ണം മീഡിയം സൈസ് കനം കുറഞ്ഞരിഞ്ഞത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് അരിയിൽ ഇടാനുള്ള മസാലക്കൂട്ട്, നമുക്ക് വറുത്ത് കോരാനുള്ള കശുവണ്ടി, അതുപോലെ തന്നെ മുന്തിരി, ഉണക്കമുന്തിരി. ഇത്രയുമാണ് ഞാനിവിടെ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യമായ ചേരുവകളെല്ലാം ഇവിടെ കാണിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിതെല്ലാം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഇറച്ചി കഷ്ണങ്ങളെല്ലാം നന്നായി കഴുകി വെള്ളമെല്ലാം ഊറ്റിയ ശേഷം ഞാൻ അതിലേക്ക് ഉപ്പ് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഇതെല്ലാം കൂടെ നമ്മൾ കൈകൊണ്ട് കുഴച്ച് യോജിപ്പിച്ച് അതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിയാൽ ഒരു 3 ടീസ്പൂൺ തൈര് ഇതിനോട് ചേർത്ത് കുഴച്ച് ചേർക്കാം. ഇത് ഞാനിവിടെ ചെയ്തിട്ടില്ല, താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഒരു കലത്തിൽ അരി വേകാൻ ആവശ്യമായ വെള്ളം വയ്ക്കുക. അതിലേക്ക് മസാലക്കൂട്ടിടുക. കുരുമുളക്, തക്കോലം, കറുവ, ഏലയ്ക്ക, ഗ്രാമ്പ് ഇട്ട ശേഷം 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കുക. വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പേ വയ്ക്കുക. തീ കത്തിച്ച ശേഷം അതിലേക്ക് ഈ ബിരിയാണിക്ക് മുകളിൽ വിതറാൻ വേണ്ടതായ അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇത് കരിഞ്ഞു പോകാതെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന റേഷൻ ചാക്കരി ഇതിലേക്ക് ഇടാം. ഞാൻ 4 പ്രാവശ്യം ഇത് കഴുകിയിട്ടാണ് ഇടുന്നത്. ചില ചാക്കരി ആകുമ്പോഴേക്കും വളരെയധികം സ്മെല്ലുണ്ടാകും. അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങൾ കഴുകിയാൽ മതിയാവും. അപ്പോൾ തന്നെ നമ്മൾ അരി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിന് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. നല്ല ഉപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചോറിന് ഒരു നല്ല രുചി ഉണ്ടാകത്തുള്ളൂ. അതുതന്നെയല്ല, നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് പാതി വേവേ നമുക്ക് ആകാവുള്ളൂ. കാരണം ഞാനിവിടെ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദം ചെയ്യുമ്പോൾ അരിക്ക് കുറച്ചുകൂടെ വേവ് ഉണ്ടാവും. അതിനാണ് പാതി വേവിൽ അരി ഊറ്റണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അരി വെന്ത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് നിങ്ങൾ വേവ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വെന്ത് പോകാതെ ഇവിടെ നോക്കണം. ഇത് പാതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിനി ഊറ്റാൻ പോവുകയാണ്. ഇതിന് ഉപ്പെല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഊറ്റുകയാണ്. ഇപ്പോൾ ഊറ്റുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഒന്നുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം വീണ്ടും ഊറ്റാൻ. കാരണം ഇത് പശയുള്ള അരി ആയതുകൊണ്ട് ചിലത് നമ്മൾ ഒരു പ്രാവശ്യം ഊറ്റുമ്പോഴേക്കും പശ കൂടി അത് കട്ടയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് ഊറ്റണമെന്ന് പറയുന്നത്. എങ്കിലേ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കുകയുള്ളൂ. ചോറ് ഊറ്റി ഞാനൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായി ചിക്കൻ കറി വയ്ക്കേണ്ടതിനായി ഞാനൊരു ഉരുളി എടുത്ത് അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അതിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക.
ഒരു തണ്ട് കരിയാപ്പില അതിനോട് ചേർത്ത് ഇളക്കുക. ഒരു സവോള സ്ലൈസായിട്ട് അരിഞ്ഞത്, കനം കുറഞ്ഞ് അരിഞ്ഞത് അതിനോട് കൂടെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അതൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നതായ 5 സവോള, കനം കുറച്ചരിഞ്ഞ സവോള ഇട്ട് വഴറ്റുക. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് ഇറച്ചി നന്നായി വഴന്ന ശേഷം ഇറച്ചി ഇതിലേക്ക് ഇടാം. കാരണം ഇറച്ചിയിൽ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കാതിരുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന കോഴി മസാല വിതറി കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ കോഴി മസാല നമ്മൾ വിതറിയിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വെന്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരുന്നതായ തക്കാളി നീളത്തിലരിഞ്ഞത് മുകളിൽ ഇട്ട് കൊടുക്കുക. വീണ്ടും പാത്രം മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തക്കാളി എല്ലാം വെന്ത് നന്നായി ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പും എരിവും എല്ലാം നോക്കി പാകമാണോ നോക്കിയിട്ട് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. അടുത്തതായി ഞാനിവിടെ ദം ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്കൊരു ഉരുളി എടുത്ത് അടുപ്പ് വയ്ക്കാം. അതിലേക്ക് നമ്മുടെ കോഴി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പൈനാപ്പിൾ എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത് നന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടയിലിടയിൽ തളിച്ച് കൊടുക്കുക. നമ്മൾ കൈകൊണ്ട് വേണം അത് തളിക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും അത് മിക്സ് ആകത്തുള്ളൂ. അപ്പോൾ തന്നെ ചോറിലെല്ലാം നല്ല സ്മെല്ലൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് വേണം കുടഞ്ഞ് ഒഴിക്കാൻ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ചോറ് നന്നായിട്ട് വെന്ത് പോകാതെ ഒട്ടിപ്പിടിക്കാതെയൊക്കെ ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതുപോലെ വേണം നമ്മൾ ചോറ് ചെയ്തെടുക്കാനായിട്ട്. ദം ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്നതായ സവോള കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്നതായ കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുക. അതിനുശേഷം 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് നന്നായിട്ട് ആവി വരത്തൊക്കെ വേണം പാത്രം മൂടി വെച്ച് അതിൻ്റെ മുകളിലൊരു വെയിറ്റ് നമുക്ക് എടുത്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. നല്ലതായിട്ട് നമുക്കിവിടെ ആവി വന്നതായി കാണാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് നമ്മളിത് തുറന്ന് മാറ്റി വയ്ക്കാം. കാരണം ഇത് എത്രയും തണുത്ത് കഴിക്കുന്നു അത്രയും ടേസ്റ്റ് കൂടി കിട്ടും. ഇവിടെ നമ്മൾക്ക് കാണാം ഇതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങി ചോറ് നല്ല വെന്ത് പാകമായിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ ബിരിയാണി കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇത് കാണുമ്പോഴേ. കാരണം ഇത് റേഷൻ ചാക്കരി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണെന്ന് പറയുകയില്ല. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റിയോടെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് വിളമ്പി എടുത്തിട്ട് അതിൻ്റെ കൂടെ സലാഡും നാരങ്ങ അച്ചാറും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ചാക്കരി കിട്ടിയാൽ സാധാരണ വീട്ടമ്മമാർക്കും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ ഇതുണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.